Yes, Alina, good afternoon. Good afternoon, sir. Faro, good afternoon. Good afternoon, sir. Yes, Srikuti, Needu, Varsha, Anjali, good afternoon. Vinci. Good afternoon, sir. Yeah, Raji, good afternoon. Sudisha, good afternoon. Okay, let's start. Okay, Needu. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഐ ഹാവ് എന്ന് പറയുന്ന ഒരു സംഗതിയല്ലേ? ഐ ഹാവ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഞാനൊന്ന് ഒരു നോട്ട് ചെയ്തതായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാൽ. യെസ്, അപ്പൊ നമ്മൾ ടെൻസിലേക്ക് നമുക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് വന്നിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇതുവരെ നമ്മൾ രണ്ട് ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ആ രണ്ട് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആയ ടെൻസിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച്, രണ്ട് ടെൻസിനെ കുറിച്ച് പറയും. ഇപ്പോ നമുക്ക് അടുത്ത ഒരു ടെൻസിനെ കുറിച്ച് ഞാൻ പറയാം. ആ ടെൻസിന്റെ പേരാണ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. യെസ്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം. ഫ്യൂച്ചർ എന്ന് പറയുന്ന വേരിൽ നമുക്ക് പറയാം ഭാവിയിലേക്ക് സംഭവിക്കാൻ പോകുന്ന, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ടൈമിന്റെ ഡീലിംഗ്. സിമ്പിൾ ഫ്യൂച്ചർ. യെസ്, അപ്പോ സിമ്പിൾ ഫ്യൂച്ചർ ആയ ഒരു വാചകം നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം സബ്ജക്ട് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വില്ല് അല്ലെങ്കിൽ ഷാൽ. നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ക്യാൻ ഉപയോഗിച്ച് പറയാം, മേ ഉപയോഗിച്ചൊക്കെ പറയാം. തൽക്കാലത്തേക്ക് നമ്മൾ എത്ര മനസ്സിലാക്കിയിരിക്കുക, ഒന്നുകിൽ വില്ല് ഓർ ഷാൽ. അത് ഐ എന്ന് പറയുന്നതും വി എന്ന് പറയുന്ന സബ്ജക്റ്റും വരുമ്പോൾ ഷാൽ ഉപയോഗിക്കും, ബാക്കിയുള്ളതിന്റെ കൂടെ വില്ല് ഉപയോഗിക്കും. യെസ്, ഷാലിന് അല്ലാതെയും വേറെ കുറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് പോകുമ്പോൾ പറയാം. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാല്, പിന്നെ അത് കഴിഞ്ഞാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് ഓർക്കുക, നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ കാലത്തിനെ കുറിച്ചാണ്. പക്ഷെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ടെൻസ് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. വെർബില് പ്രസന്റ് ടെൻസിന്റെ മുന്നിൽ വില്ല് ചേർത്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറായി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക, അതിന് തൊട്ട് മുന്നിൽ ഒരു വില്ല് ചേർത്താൽ പോകും എന്നായി. ടേക്ക് എടുക്കുക, വിൽ ടേക്ക് എന്നാവുമ്പോൾ എടുക്കും എന്നായി. ഈറ്റ് കഴിക്കുക, വിൽ ഈറ്റ് എന്നാകുമ്പോൾ കഴിക്കുമെന്നായി. അപ്പൊ പ്രസന്റ് ടെൻസ് ആയ വെർബിന്റെ മുന്നിൽ വില്ലോ ഷാലോ വന്നു കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? അത് ഫ്യൂച്ചറായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്ജക്റ്റ് എഴുതി, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതി, പിന്നെ വെർബ് എഴുതി, ആ വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ല.
ചെയ്യും എന്ന് ആഗ്രഹിക്കുന്നു. അതൊക്കെ നമുക്ക് വില്ലോ ഷാലോ വെച്ച് പറയാം. ഉറപ്പല്ലേ? ടുമോറോ ഐ വിൽ ഗോ ടു ചെന്നൈ. നാളെ ഞാൻ ചെന്നൈയിലേക്ക് പോകും. കേട്ടോ, ടുമോറോ ഐ വിൽ ഗോ ടു ചെന്നൈ. By the end of December, I will complete hospital administration course. ഡിസംബറിന്റെ അവസാനത്തോടു കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഞാൻ പൂർത്തിയാക്കും. യെസ്, ഐ വിൽ ബീറ്റ് മൈ ചിൽഡ്രൻ. എന്റെ കുട്ടികളെ ഞാൻ തല്ലും. യെസ്, ഐ വിൽ ഹെൽപ്പ് മൈ മദർ ഇൻ കിച്ചൺ. ഞാൻ എന്റെ അമ്മയെ അടുക്കളയിൽ സഹായിക്കും. ഐ വിൽ കോറൽ വിത്ത് മൈ സിസ്റ്റർ. എന്റെ സഹോദരിയുമായിട്ട് ഞാൻ വഴക്കിടും. യെസ്, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് വില്ല് ചേർത്ത് പറയാം. വില്ല് ചേർത്ത് പറയാം, അല്ലെങ്കിൽ ഷാൽ ചേർത്ത് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിച്ചാൽ മതി. ഫ്യൂച്ചർ എന്ന് പറയുന്ന അർത്ഥം കിട്ടിക്കും. നമുക്ക് വേണമെങ്കിൽ പറയാം, ഐ വിൽ സെക്യൂർ എ ജോബ്. ഞാനൊരു ജോലി ഉറപ്പാക്കും. ഐ വിൽ എൻഷുവർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ടു മൈ ഫാമിലി. എന്റെ കുടുംബത്തിന് ഞാനൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കും. ഐ വിൽ എൻഷുവർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ടു മൈ ഫാമിലി. എന്റെ കുടുംബത്തിന് ഞാനത് ഉറപ്പാക്കും. കേട്ടോ, അപ്പൊ നോക്കി, വില്ല് അല്ലെങ്കിൽ ഷാല്. അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഒന്ന് വെർബും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറായി. അതെന്തായത്? അത് ഫ്യൂച്ചറായി, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളില്ലേ, അത് നിങ്ങളൊന്ന് വില്ല് ഉപയോഗിച്ച് പറഞ്ഞു. യെസ്, ഒരു വില്ലോ ഷാലോ വെച്ച് അത് പറയും. കാവ്യ പറയൂ. കാവ്യ, ഭാവിയിലേക്ക് കാവ്യ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം. Sir, good afternoon. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ കാവ്യ. എന്തെല്ലാം കാര്യങ്ങളാണ് ഭാവിയിലേക്ക് കാവ്യ കരുതി വെച്ചിരിക്കുന്നത്? ചെയ്യും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു വെച്ചേണ്ട കാര്യങ്ങളില്ലേ? ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ പറയില്ലേ സർ വേണ്ടത്? അത് ഓക്കെ ഓക്കെ, ഞാനത് ചെയ്തിരിക്കും എന്നുള്ള അർത്ഥത്തിൽ ഐ വിൽ. സർ, ഐ വിൽ വേക്കപ്പ് ഏർലി. ഐ വിൽ വേക്കപ്പ് ഏർലി ടുമോറോ. നാളെ ഞാൻ രാവിലെ എഴുന്നേൽക്കും. യെസ്. I will learn from my mistake. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. I will attend classes. ഐ വിൽ അറ്റൻഡ് ക്ലാസ്സസ് റെഗുലർലി. ഞാൻ വാക്കുകൂടി എന്റെ കൂടെ വെച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ എന്നെ പങ്കെടുക്കും. I will learn a new language. ഓക്കെ, ഐ വിൽ ലേൺ എ ന്യൂ ലാംഗ്വേജ്. ഞാൻ പുതിയൊരു ലാംഗ്വേജ് പഠിക്കും. യെസ്, വെരി ഗുഡ്. I will get dressed. ഐ വിൽ ഗെറ്റ് മോർ ഡ്രസ്. ഓക്കെ, പിന്നെ ഓക്കെ കാവ്യ, കുഴപ്പമില്ല, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കാവ്യ. കാവ്യയുടെ ശബ്ദത്തിന് തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു വില. യെസ്, അപ്പോ എത്രമാത്രം ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടാണ് കാവ്യ പറഞ്ഞത് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ഓക്കെ, സിബി ജോഷി. സിബി ജോഷി ആലോചിക്കും. ഐ വിൽ വെച്ച് പറയാം. അത് 5 വാചകം എന്ന് പറഞ്ഞു. ഐ വിൽ. I will visit my son's school tomorrow. I will attend the PTA meeting. I will attend the Research Association meeting. എന്തുവേണമെങ്കിലും നമുക്ക് പറയാം. ഐ വിൽ. വില്ല് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ എന്ന് മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചറിന്റെ അർത്ഥമാണ് കിട്ടുന്നത്. ഐ വിൽ. യെസ്, സിബി വരുമെന്ന് വിചാരിക്കാം. അപർണ. അപർണ. യെസ്, നീതു പ്രിൻസ്. നീതു പ്രിൻസ്. Sir, good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ നീതു. ഐ വിൽ വെച്ചിട്ട് 2-3 സെന്റൻസ് പറഞ്ഞ. ഐ വിൽ. Sir, I will protect my son in lifelong. Yes, again, I will protect my son lifelong.
ജീവിത അവസാനം വരെ ഞാൻ എന്റെ മകനെ സംരക്ഷിക്കും. വെരി ഗുഡ്. യെസ്, ഓക്കെ. I will build a new house. ഐ വിൽ ബിൽഡ് എ ന്യൂ ഹൗസ്. പുതിയൊരു വീട് ഉണ്ടാക്കുക. അതൊരു സ്വപ്നമാണ് അല്ലെ? ഒരു ആയുസിന് ഒരാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന സംഗതിയാണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. I will give respect the job, sir. യെസ്, ഐ വിൽ റെസ്പെക്ട് ജോബ് സർ. ഓക്കെ 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 ഓക്കെ, വരവ് വെച്ചിരിക്കുന്നു. യെസ്. പിന്നെ sir, നമുക്ക് വേണമെങ്കിൽ ആ ജോബ് സാറിനുള്ളിൽ മാറ്റിയിട്ട് അവിടെ എൽഡേഴ്സ് ആക്കാൻ കഴിയും. ഐ വിൽ റെസ്പെക്ട് എൽഡേഴ്സ്. ഞാൻ മുതിർന്നവരെ ബഹുമാനിക്കും. ഐ വിൽ റെസ്പെക്ട് എൽഡേഴ്സ്. യെസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഐ വിൽ ഹാവ് ഓൺ ഹൗസ്. OWN. ഓൺ എന്ന് പറഞ്ഞാല് സ്വന്തം വീട്. നേരത്തെ വീടുണ്ടാക്കുമെന്ന് പറഞ്ഞു, ഞാൻ മാറ്റി പറഞ്ഞാൽ സ്വന്തം വീട്. വീടിന്റെ പക്ഷെ അങ്ങനെയല്ല, സ്വന്തമായിട്ടൊരു വീട്. ഐ വിൽ ഹാവ് ഓൺ ഹൗസ്. ഓക്കെ നീതു, വെരി ഗുഡ് വെരി ഗുഡ്. thank നീതു, you. നീതുവിന്റെ സ്വപ്നങ്ങളൊക്കെ പൂവണിയിട്ട് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ. ഫരീദ, ഫരീദ. Yes, sir. പറഞ്ഞോളൂ ഫരീദ. ഐ വിൽ എന്ന് പറഞ്ഞിട്ട് യെസ് ടുമാറോ ഐ വിൽ മേക്ക് ഓൺലി ചിക്കൻ കറി, അല്ലെങ്കിൽ ഐ വിൽ മേക്ക് ഓൺലി ചിക്കൻ ബിരിയാണി. അങ്ങനെ അങ്ങനെ പറഞ്ഞോ. നാളത്തെ തീരുമാനം ഉണ്ടാവില്ലേ? I will buy a car next year. വെരി ഗുഡ്. അതാണ് ഡിറ്റർമിനേഷൻ. ഐ വിൽ ബൈ എ കാർ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ഒരു കാർ ഞാൻ വാങ്ങും. വെരി ഗുഡ്. I will do charity programs. യെസ്, ഐ വിൽ ഡു ചാരിറ്റി പ്രോഗ്രാംസ്. ഓക്കെ, ഞാൻ ചാരിറ്റി പ്രോഗ്രാംസ് ചെയ്യും. യെസ്. I will explore more countries. യെസ്, ഐ വിൽ എക്സ്പ്ലോർ മോർ കൺട്രീസ്. ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോകും. ദാറ്റ് ഈസ് എൻ്റെ ഒരു ഡ്രീമാണ്, എൻ്റെ ഒരു സ്വപ്നമാണ്. യെസ്, അല്ലാതെ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് പൊതുവെ ഞാനില്ല. ഇപ്പൊ ഞാൻ അവിടെ ഉണ്ടെങ്കിലും ഞാൻ കറങ്ങും, ഞാൻ തകർക്കും. യെസ്, ഓക്കെ. ബട്ട് നമ്മൾക്കൊരു വിദേശ സെക്രട്ടറി ഉണ്ടായിരുന്നില്ലേ? രാവിലെ പുള്ളി ചിലപ്പോ ഊണ് കഴിക്കുന്ന രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് ഡൽഹിന്നായിരിക്കും. ഉച്ചക്ക് ഊണ് കഴിക്കുന്നത് ചിലപ്പോൾ എവിടെ നിന്നായിരിക്കും? ജപ്പാനിൽ നിന്നായിരിക്കും. വൈകുന്നേരത്തെ അത്താഴം കഴിക്കുന്നത് ജർമ്മനിയിൽ നിന്നായിരിക്കും. ഇത് പറയുന്ന പോലെ ഉള്ള സിവിൽ സർവീസിൽ ഒരു പരീക്ഷയുണ്ട്. ആ നമ്മൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത്. ആ സിവിൽ സർവീസ് പരീക്ഷയിലെ IFS എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. IFS, അതായത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉണ്ട്. നല്ല മാർക്കാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് വരും. അപ്പൊ അത് ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ഓരോ രാജ്യങ്ങളിലായിരിക്കും നമ്മുടെ ജോലി. ഈ 2-3 കൊല്ലം ബർമയിലാണെങ്കിൽ അത് കഴിയുമ്പോൾ അവിടെ നിന്ന് അടുത്ത രാജ്യം. ഇന്ത്യ നയതന്ത്ര ബന്ധം വെച്ചിട്ടുള്ള രാജ്യങ്ങൾ ഏതെല്ലാം ഉണ്ടോ ആ രാജ്യങ്ങളുമായിട്ടൊക്കെ അവിടുത്തെ നയതന്ത്ര പ്രതിനിധിയുടെ ഉദ്യോഗസ്ഥനായിട്ട് പോകാം. ഇറങ്ങി അടിച്ചില്ല സർക്കാർ ചെല്ലുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സ്വപ്നങ്ങൾ ഉണ്ടാവണം ഫരീദ. നമ്മളെ APJ അബ്ദുൽ കലാം സ്വപ്നങ്ങൾ ഉണ്ടാവണം. സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഒരു പ്രേരണ ഉണ്ടാവും. നാളെ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്വപ്നമില്ലേ? സ്വപ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. യെസ്, കണ്ടില്ലേ? ഫരീദ, I will do my best. ഓക്കെ ഓക്കെ ഓക്കെ. സിബി, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. അപ്പൊ സിബിക്ക് ത്രോട്ടിന് കംപ്ലൈന്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ സിബി പറഞ്ഞാല് സിബിയുടെ ഉള്ളിലും ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ട് ചെയ്യണമെന്നായി. ഓക്കെ സിബി, വി ആർ മെന്റലി വിത്ത് യു, ഡോണ്ട് വറി. ഓക്കെ, അപ്പോ ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ പരമാവധി ഏറ്റവും നന്നായിട്ട് ചെയ്യാം. നമുക്ക് പല കാര്യങ്ങൾ, പക്ഷെ ഏറ്റവും നന്നായിട്ട് അത് ചെയ്യും. ഓക്കെ ഫരീദ, നല്ല കൺസെപ്റ്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഡു ഇറ്റ് ബെസ്റ്റ്. ഏറ്റവും നന്നായിട്ട് അത് ചെയ്യും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പോ ഓക്കെ, എന്താ പറയാ, ഫരീദയുടെ ഡിറ്റർമിനേഷൻ മറ്റുള്ളവർ കൂടി പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീകുട്ടിയിലേക്ക് വരിക. ശ്രീകുട്ടി ആഗ്രഹിക്കുന്ന, ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ചെയ്യുമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പലപ്പോഴും. യെസ്, പറഞ്ഞോളൂ. യെസ്, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ ശ്രീകുട്ടി.
Next year, I will go to Dubai. Definitely, I will go to Dubai. ഞാൻ പോയിരിക്കും അവിടെ. I will go to Dubai. യെസ്, ഞാനേ ഒരു എക്സാമ്പിൾ കറക്റ്റ് ആണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഒരു പയ്യൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നെങ്കിൽ ക്ഷമിക്കാം. അപ്പൊ ആ പയ്യൻ അന്ന് അവൻ SSLC കഴിഞ്ഞിട്ട് അവന്റെ അമ്മ ഒരു വീട്ടില് വേലക്ക് നിൽക്കണം. അപ്പോ ആ വീട്ടില് ഒരു ആള് ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. അപ്പോ ആ ആള് വന്നു കഴിഞ്ഞപ്പോ ഇവൻ ചെന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നീ പയ്യർക്ക് പഠിക്കുന്നില്ല, ഞാൻ കൊണ്ടുപോകോളാം എന്നൊരു വെറും വാക്ക് പറഞ്ഞു. പക്ഷെ അത് അവനെ സംബന്ധിച്ച് ഭയങ്കരമായ പ്രതീക്ഷയായിരുന്നു. പിന്നെ അവൻ ഓടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കാണ് വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നിട്ട് പറയുന്നത്, സാറേ ഇംഗ്ലീഷ് പഠിക്കണം, എന്റെ അമ്മ നിൽക്കുന്ന വീട്ടിൽ ആ ചേട്ടനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ കൂടെ കൊണ്ടുപോകും. പുള്ളി ഷിപ്പിലാണ്, പുള്ളി എന്റെ ഷിപ്പിൽ ജോലി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് ഇംഗ്ലീഷ് പഠിക്കാൻ പറഞ്ഞേക്കാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം സാറേ, എല്ലാ ദിവസവും വൈകുന്നേരം വരാം, എന്നിട്ട് ഇംഗ്ലീഷ് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പോലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ ആ ഒരു പ്രതീക്ഷ അവനത് സ്ഥിരമായിട്ട് വരുമായിരുന്നു. അവൻ മുടക്കം എന്നൊരു സാധനമില്ല. അവൻ വന്നിട്ട് വെറുതെ വായ തോന്നിയതാണ് പറയുന്നത്. ഭയങ്കര രസമായിരുന്നു, ആളുകളുടെ രസമായിരുന്നു. കുറെ നാൾ കഴിഞ്ഞ് പിന്നെ അവരെ കാണാനുണ്ടായില്ല. ഒരു വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരിക്കലും യാദൃശ്യമായിട്ട് കണ്ട് എന്റെ ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്താണ് പരിപാടി? സാറേ ഞാനിപ്പോ ഷിപ്പിലാണ്. യെസ്, വലിയ ജോലിയൊന്നുമില്ല, എങ്കിലും അവരെവിടെ എത്തി? അവൻ പറയുന്നത്, എന്നിട്ട് അവൻ പറയുന്നത്, നമ്മുടെ അന്ന് വന്ന ഇംഗ്ലീഷൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഗുണത്തിൽ കൊണ്ട്. യെസ്, ഇപ്പൊ ഞാൻ ഷിപ്പിലാണ് ജോലി ചെയ്യണത്. അവന്റെ ഒരു സ്വപ്നമായിരുന്നത് അവിടെ എത്തണമെന്നുള്ളത്. ഒരാളൊരു ഓഫർ കൊടുത്തപ്പോ അതിനു വേണ്ടിയിട്ട് മെനക്കെട്ടു. യെസ്, അപ്പൊ ഓക്കെ, ശ്രീകുട്ടി പറയുന്നു ഞാൻ ദുബായിൽ ചെന്നിരിക്കും. ഓക്കെ ശ്രീകുട്ടി, കണ്ടിരിക്കും. Tomorrow, I will make biryani. Tomorrow I will make biryani. Yes, very I good. will pass the exam. I will pass the examination. Very good. Yes. Next month, I will bought a new laptop. Okay. Okay. Very good. Very good. We shall meet our grandma's house. Yes. Very good. Very good. Yes. Okay, sir. Okay. Very good. Very good. Okay. ശ്രീകുട്ടി, ശ്രീകുട്ടിയുടെ സ്വപ്നങ്ങളൊക്കെ പൂവടിയല്ലേ. ഞാനേ ആ സ്പോർട്സ് താരം ഉണ്ടായിരുന്നു. ആ കൊച്ചിന്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മൾ ഈ അഡിഡാസിന്റെ ഷൂ ഓടാനൊക്കെ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ പേരുണ്ടല്ലോ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടത്? യെസ്, ഞാൻ കഥ മറന്നുപോയി. കഥയല്ല, കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. സംഭവം ഇതാണ്, ഒരു ആസാമിലായിട്ടാണ് ആ കൊച്ചി പഠിച്ചിരുന്നത്. ഇപ്പോൾ വന്ന് ജീവനോടൊപ്പം ശരിയാണ്. അപ്പൊ ആ കുട്ടി സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഫുട്ബോളൊക്കെ കളിക്കുന്നതിന്റെ അവിടുന്ന് PT സാറ് പറഞ്ഞു, മോളെ നീ ഫുട്ബോൾ കളിക്കണ്ട, നിനക്ക് പറ്റിയത് ഓട്ട മത്സരമാണ്. അപ്പൊ നീ റേസിൽ അത് നോക്കിയാൽ മതി, ഫുട്ബോൾ നീ വിട്ടേര് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ ഈ കൊച്ചിനെ അറിയില്ലല്ലോ, എന്നൊരു ദാരിദ്ര്യം പിടിച്ചു വീട്ട കുട്ടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി ഓട്ട മത്സരത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. ആ പ്രാവശ്യം സ്കൂളിൽ നടന്നിട്ടുള്ള ഓട്ട മത്സരത്തിൽ അതിന് ഫസ്റ്റ് കിട്ടി, ഏറ്റവും വേഗതയേറിയ താരമായിട്ട് സ്കൂളിൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ജില്ലാ താലൂക്ക് തലം ആ ലെവലിൽ വന്നു. അവിടെയും ആ കുട്ടി തന്നെയാണ് സെലക്ട് ചെയ്യപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ജില്ലാ തലത്തിലോട്ട് വന്നു. അവിടെയും മികച്ച ഓട്ടക്കാരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ കുട്ടി തന്നെയാണ്. യെസ്, അപ്പൊ ജില്ലാതല മത്സരത്തിൽ പോകുന്നതിന് മുമ്പ് ഈ കുട്ടി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊരു ഷൂ മേടിച്ചിരുന്നു. അപ്പൊ അച്ഛനാണെങ്കിൽ ഒരു കർഷകനാണ്, സാമ്പത്തികമായിട്ട് അത് വലിയ ഇതൊന്നുമില്ല. അപ്പൊ അച്ഛൻ ഷൂ മേടിച്ചു. അപ്പൊ അച്ഛനോട് പറഞ്ഞത് അഡിഡാസിന്റെ ഷൂ വേണമെന്നാണ്. അഡിഡാസ് നിങ്ങൾക്കറിയാം, അഡിഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിമാദാസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഹിമാദാസ്. യെസ്, ഹിമാദാസ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഹിമാദാസ്. യെസ്, വെരി ഗുഡ്. യെസ്, അഡിഡാസിന്റെ ഷൂ വേണമെന്നാണ് പറഞ്ഞത്. അഡിഡാസിന്റെ ഷൂ വേണമെന്ന് പറഞ്ഞപ്പോ അച്ഛനത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, ഒരു സാധാരണ ഷൂ മേടിച്ചു, വൈറ്റ് ഷൂ. അപ്പൊ ഈ പെൺകുട്ടി ആ ഷൂവിന്റെ സൈഡില് സ്കെച്ച് പേനയും കൊണ്ട് അഡിഡാസിന് എഴുതി. കാരണം സ്പോർട്സ് ഐറ്റംസ് വിൽക്കുന്ന ഒരു ബ്രാൻഡ് യൂണിറ്റ് ആണ് അഡിഡാസ്. അഡിഡാസിന്റെ ഫുൾ ഫോം തന്നെ അതാണ്, ഓൾ ഡേയ്സ് ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ്. അതാണ് അഡിഡാസ് എന്നുള്ളതിന്റെ ഫുൾ ഫോം, ഓൾ ഡേയ്സ് ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ്. യെസ്,
ഞാനിപ്പോ പെട്ടെന്ന് ഈ കഥ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരുപാട് സംഗതികൾ മിസ്സാവുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ പെൺകുട്ടി ഒരു ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധീകരിച്ചു. അങ്ങനെ അങ്ങനെ വേറൊരു ലെവലേ മീരാദാസ് അല്ലേ? ഫരീദ പറഞ്ഞേ ആ കുട്ടിയുടെ പേര് ഫരീദ ഇപ്പൊ പറഞ്ഞില്ലേ? യെസ് യെസ്. അപ്പൊ ആ കുട്ടി അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അഡിഡാസ് എന്ന് പറയുന്ന ഹിമദാസ്, ഓക്കെ, അഡിഡാസ് എന്ന് പറയുന്ന കമ്പനി, ഓക്കെ, ഇവരോട് ഹിമദാസ് ആണ് ആ കുട്ടിയുടെ പേര്. അഡിഡാസ് എന്ന് പറയുന്ന കമ്പനി ഹിമദാസിനോട് പറയാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആവാമോ? ആലോചിക്കും. പണ്ട് അഡിഡാസിന്റെ ഷൂ വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോ സാധാരണ ഷൂ മേടിച്ച് സ്കെച്ച് വേഗം കൊണ്ട് അതിന്റെ അടിയിൽ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അഡിഡാസ് എന്ന് എഴുതിയ ആ കുട്ടിയോട് പിന്നീട് വീണ്ടും വന്ന് പറയുന്നത് ഞങ്ങളുടെ അതേ കമ്പനി വന്ന് പറയുന്നത് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നു. ആലോചിച്ച് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വപ്നം കാണണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ചിലപ്പോൾ സ്വപ്നം കാണുന്നതിന്റെ അപ്പുറത്തേക്ക് വരും. അപ്പൊ അന്ന് ഈ കുട്ടി ഈ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഈ അഡിഡാസിന് എടുക്കുന്ന സമയത്ത് ഈ കുട്ടി നിന്ന് കരയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ഈ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അഡിഡാസിന്റെ മാനേജർ ലക്ഷങ്ങളാണ്ട് അതിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ കഥ ഈ കുട്ടി പറയുന്നത്. പണ്ട് ഈ അഡിഡാസ് ഷൂ വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ ഷൂ എനിക്ക് അച്ഛൻ വാങ്ങിച്ചത് സ്കെച്ച് വേണം കൊണ്ട് ഞാൻ അതിന്റെ സൈഡില് അഡിഡാസിന് എഴുതി ഓടിയിട്ടുണ്ട്. അപ്പോ ആ കമ്പനി ഒരു ബ്രാൻഡഡ് ഷൂ ആക്കി. ആ ഷൂവിന് ഈ കുട്ടിയുടെ പേരും കൊടുത്തു. യെസ്. ഇപ്പൊ ആലോചിച്ച് നോക്കി. അപ്പോ ആ കുട്ടിയുടെ പേരില് അഡിഡാസ് കമ്പനി ഷൂ ആക്കി. അപ്പൊ ഒരു ബ്രാൻഡ് ഷൂ ആ കുട്ടിയുടെ പേര് കൊടുക്കണം. യെസ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോ നേരത്തെ എനിക്കൊന്ന് ദുബായി പോണെന്ന് പറഞ്ഞില്ലേ? ചിലപ്പോ ആഗ്രഹിച്ചത് ദുബായി ആയിരിക്കും, നിങ്ങൾ ആഗ്രഹിച്ചത് പൂവായിരിക്കും, പക്ഷെ നിങ്ങളെ തേടിയെത്തുന്നത് എന്തായിരിക്കും? പൂക്കാലമായിരിക്കും. യെസ്. ആഗ്രഹിച്ചിട്ട് ഇരട്ടിയായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പൊ ബി പോസിറ്റീവ് ഇൻ യുവർ ലൈഫ്. വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ നോക്കിക്കാണുക. യെസ്. നെഗറ്റീവ് ആക്കേണ്ടത് ടീച്ച്. ഓക്കെ. അപ്പോ ശ്രീകുട്ടി പറഞ്ഞു കഴിഞ്ഞു. ശ്രീകുട്ടിയല്ലേ പറഞ്ഞോണ്ടിരിക്കണേ? പറഞ്ഞു കഴിഞ്ഞു സാർ. പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീകുട്ടി. ആൻഡ്രിയ സ്റ്റാൻലി. ആൻഡ്രിയ യെസ്. ആൻഡ്രിയ വരുമെന്ന് വിചാരിക്കാം അല്ലെ? ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഓരോരുത്തർക്കും ഇപ്പൊ ഒരു ചെറിയൊരു തരിപ്പ് തോന്നും. കാരണം ഞാനും കൊണ്ട് നടക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ. ബിൻസി ജെയ്സൺ. ബിൻസി യെസ്. നിങ്ങൾ ഷെയർ ചെയ്യും മക്കളെ നിങ്ങളുടെ ആഗ്രഹങ്ങള്. അനുഷ. അനുഷയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ? യെസ്. ഉറക്കം വരാത്ത രാത്രികളിൽ പലപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ലേ? ആരും കാണാതെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ പുറത്തേക്ക് എടുത്ത് ആലോചിച്ച് വീണ്ടും അതേ സ്ഥലത്തിന് കുളിപ്പിക്കാനല്ലേ? ഇതൊക്കെ ഞാൻ നേടിയെടുക്കുന്നത്. എന്താണ് അനുഷയുടെ ആഗ്രഹം? I will respect my family. Yes. I will visit my relatives' home. Yes. I will fly in sky. Yes. I will learn tripping country. Yes. Okay. Further, continue. I will buy a new phone for my mother. Yes. Okay. I will buy a new phone for my mother. ശമ്പളം കിട്ടി കഴിഞ്ഞാല് പുതിയ ഫോണായിട്ടായിരിക്കും ആര് വേണ്ടത്? അതെന്റെ ഒരു ആഗ്രഹമാണ്. യെസ്. നമുക്ക് വലിയ വലിയ ഇന്റർനാഷണൽ ആഗ്രഹമൊന്നും വേണ്ട. അവരുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതായിരിക്കും. കയ്യങ്ങൾ നീട്ടി അതിന് ശേഷം ഈ ഫോണുകൾ വെച്ച് കൊടുക്കുമ്പോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോൺവെക്കേഷൻ സെറിമണി കഴിഞ്ഞ ശനിയാഴ്ച. അപ്പോ ഞാൻ ഓക്കെ പാർവതി 2 വർഷം ഞാൻ വരണ്ടോ? ഓക്കെ, എല്ലാവരും വരുന്നു.
ഓക്കെ, ഒറ്റ മിനിറ്റ്. അപ്പൊ ഞാനിങ്ങനെ അവിടെ കോൺവെക്കേഷൻ സെറമണിയിൽ അവര് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കും, സ്മാർട്ട് സിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അവരുടെ ബന്ധുക്കൾ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരുടെയൊക്കെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയിരിക്കും. ആ കണ്ണുകളിൽ കാണുന്ന തിളക്കൂല, അതായത് തന്റെ മകൻ അല്ലെങ്കിൽ മകള് കറുത്ത ഗൗണൊക്കെ അണിഞ്ഞ് സ്റ്റേജിലോട്ട് പേര് വിളിച്ചപ്പോ കയറി വന്ന് മെഡല് വാങ്ങിക്കുന്നത്, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന. അപ്പൊ അത് അവരിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ക്യാമറയിനേക്കാൾ കൂടുതൽ തിളക്കം അവരുടെ കണ്ണുകളിലാണ്. യെസ്. അപ്പൊ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷിക്കുക. ഓക്കെ, അനുഷ കണ്ടിന്യൂ. I will help my mother in the kitchen. I will help. Yes, okay. I will give my mother an Onam gift. Yes, very good. Okay, sir. That is all. Okay, Anusha, very good, very good. എല്ലാം വില്ല് വെച്ച് വളരെ രസകരമായിട്ട് അനുഷ പറയും. വർഷ പറഞ്ഞോളൂ. വർഷ. യെസ്, വർഷ. ഞാൻ എല്ലാവരോടും വരുന്നില്ല, പഠിക്കുന്നത്. ഓക്കെ, കുറച്ച് പേരല്ലുള്ളൂ. യെസ്, വർഷ. Hello. Good afternoon, sir. Yes, good afternoon, വർഷ. I will explore new places soon. Yes, very good. I will be happy always. Yes, I will spend quality time with my family. yes, quality time. Very good. Yes. I will achieve my goals. I will achieve my goal. എന്റെ ലക്ഷ്യം ഞാൻ നേടും. Very good. I will learn and grow every day. Yes, very good, very good, very good. Okay, 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 okay. പിന്നെ that is all. Okay. Okay, sir. Okay, very good, very good. ഇനിയും വർഷയുടെ മനസ്സിൽ മോഹങ്ങളൊക്കെ ഉണ്ട്. യെസ്, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുധീഷ. Yes. Yes, sir. Good afternoon, sir. I will secure to be a well-known classical performer of dance. Yes, sir. I will perform for Ganesh Chaturthi this year. Yes, okay, okay. Kindly class level പറഞ്ഞതാണ്. Okay, very good, very good. Okay. I will celebrate Onam with my husband this year. Yes, I will celebrate Onam with my husband this year. Okay. I will prepare fried rice tomorrow. Yes, I will prepare fried rice tomorrow. അതുകൂടാണ്ട് ഞാൻ ചോദിക്കുന്നത്, നമുക്കൊരു നല്ലൊരു ഡാൻസ് ക്ലാസ് ആരംഭിക്കണം. ക്ലാസിക്കൽ ടച്ച് ഉള്ള വളരെ നല്ല അങ്ങനെയൊക്കെ ഒരു ലെവലിലൊരു അങ്ങനെയൊക്കെ ഉണ്ടാവും. വെരി വെൽ നോൺ ഡാൻസ് സ്കൂൾ, ചുമ്മാ ഡാൻസ് സ്കൂളല്ല, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ നല്ല അടിപൊളിയായിട്ടുള്ള വലിയ ഫീസൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ അടിപൊളിയായിട്ടൊക്കെ നടത്തുന്ന യെസ് അങ്ങനെ ഒരു ആഗ്രഹമല്ലേ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. യെസ്, നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഫിലിം ഡയറക്ടേഴ്സ് വന്നിട്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകുക, കോറിയോഗ്രാഫി ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹമുണ്ട്. വേറെ ആരെങ്കിലും ഒക്കെ നല്ലൊരു കോറിയോഗ്രാഫി കാണുമ്പോൾ നമുക്ക് തോന്നാറില്ല യെസ് ഐ വിൽ ഡു ജസ്റ്റ് ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ അവിടെ ആ സംഗതി മാറ്റിയിട്ട് അവിടെ വേറെ സാധനം കൊടുത്തതിനെ കുറിച്ച് അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ കുറെ ഐഡിയാസ് വരാം. യെസ്, അപ്പോ ഐ ഹാവ് എ ഡ്രീം ടു സ്റ്റാർട്ട് എ ഡാൻസ് സ്കൂൾ. അടുത്തത് I have a dream to be successful in my life. Yes, very good, very good. Yes. That is all. Okay, Sudhisha. Very good, very good, very good, very good. Okay, okay. Arya Jaykumar. Okay, welcome. Arya Jaykumar. Sir, Yes, for you, Arya. What are the important decisions that you have taken in your life so far? ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാം. യെസ്. I will secure a government job. Yes, I will secure a government job. ബാക്കിയൊക്കെ എന്റെ പുറയിൽ ഓരോന്ന്
ആർക്കറിയാം? യെസ്, അതൊന്ന് ഉറപ്പിക്കുക. വെരി ഗുഡ്. Then I will go on a solo trip. I will go on a Solo trip. clear ആയില്ല? Solo trip. സോളോ ട്രിപ്പ്. ഓക്കെ. യെസ്, വെരി ഗുഡ്. യെസ്, ലോകം മുഴുവൻ ചുറ്റിക്കാണോന്നാണ് ആര്യയുടെ ആഗ്രഹം. Ah, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കാണ് പോകേണ്ടത് അല്ലേ? ഓക്കെ ആര്യ, വെരി ഗുഡ്. I will build a house. ഐ വിൽ ബിൽഡ് എ ഹൗസ്. നേരത്തെ ഇവിടെ വേറെ ആളും കൂടി ഉണ്ടായിരുന്നു, നമുക്ക് വീട് നിർമ്മിക്കുന്ന ഒരാള്, ബിൻസിയാന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഓക്കെ. I will sponsor a child. ഐ വിൽ സ്പോൺസർ എ ചൈൽഡ്. അത് ആരും പറയാത്തൊരു പോയിന്റ് എന്റെ മകൻ. ഏതെങ്കിലും ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യും. വെരി ഗുഡ്. യെസ്. I will take care of my marriage expenses. നോക്കി, അതൊക്കെ ഒരു ഡിറ്റർമിനേഷൻ അല്ലേ? എന്റെ വിവാഹ ചെലവ് ഞാൻ തന്നെ വഹിക്കും. ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈ മാരേജ്. ആരുടെ മനസ്സിലത് കൊണ്ടുവരുന്നത്? യെസ്, ഓക്കെ. വെരി ഗുഡ്. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. യെസ്, ഐ വിൽ ടേക്ക് ദ മാരേജ് എക്സ്പെൻസ് ഓഫ് മൈ ഓൺ. എന്റെ വിവാഹ ചെലവ് എന്റെ വക തന്നെ ഇരിക്കും. യെസ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്രീഷിയേറ്റ്. വെരി ഗുഡ്. യെസ്. അതെ, അപ്പൊ അനൂഷയ്ക്കും ഉണ്ട് അതേ ആരും. ഞാൻ അതൊക്കെ വിചാരിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള തീരുമാനങ്ങളില്ലേ, കറക്റ്റ് ആയിട്ട് ജീവിതത്തില് ചെറുകിട തീരുമാനങ്ങളല്ല, നാളെ ബിരിയാണി ഉണ്ടാക്കുന്നത് അതൊക്കെ അല്ല, അതല്ലാതെ ജീവിതത്തെ സ്പർശിക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കണ്ടിന്യൂ ആര്യ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ നിങ്ങളൊക്കെ. Sir, ഇത്രേ ഉള്ളൂ. വെരി ഗുഡ്. ദാറ്റ് ഈസ് ഓൾ. വെരി ഗുഡ്. എന്തിനാ പോലെ? വെരി ഗുഡ്. ഓക്കെ. ഷഫ്ന. ലിബി ജൂഡ്. ബിൻസി. ഓക്കെ. ബിൻസി പറഞ്ഞതല്ലേ നേരത്തെ? ഇല്ല സാർ, പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്താന്നൊരു ഐഡിയയും കിട്ടിയില്ല. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഷോപ്പില്, സൈലന്റ് ആക്കി വെച്ചതായിരുന്നു. ഇപ്പൊ ഫ്രീയാ. അപ്പൊ പെട്ടെന്ന് സാറ് പറയാൻ പറഞ്ഞപ്പോ എന്താന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല, എന്നാ പറയണ്ടേന്ന് മനസ്സിലായില്ല. സൈലന്റ് ആയിരുന്നു ഫോണേ. ഓക്കെ. I will make biryani next Sunday. Yes, okay. I will teach my daughter very well. Okay, very good. I will go to market next Monday. I will go to market. Okay. Okay. I will help you with your work. Yes. Okay. Very good. Yes. Okay. Basic വലിയ മോഹങ്ങളൊന്നുമില്ല, ചെറിയ മോഹങ്ങളാണ്. Yes. Okay. രാഗി ചെറു. Yes, sir. Okay. ഹിബ ഞാനൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. Okay. Yes. I will call you later. Yes. I will go to the store tomorrow. Yes. We will have dinner at 7 o'clock. Yes. She will go to school tomorrow. Okay, അതൊക്കെ റെഡി. രാജി ഭാവിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവില്ല. ഒരവസരം കിട്ടിയ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന തീരുമാനം അതെന്താണ്? അതില്ലാത്തതിന്റെ ഒന്നിനും ടച്ച് ചെയ്തില്ല. വീട് പണിയണം, യാത്ര ചെയ്യണം. No, I will go to Dubai. Yes, I will go to Dubai. അല്ലെ, അതൊരു ആഗ്രഹമുണ്ട് അല്ലേ? Yes. Okay. അവിടെ ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ശ്രീകുട്ടിനെയൊക്കെ അവിടെ കാണാൻ പറ്റും. വെരി ഗുഡ്. Yes, very good. Okay. Yes. Aina.
Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. അയന പറഞ്ഞോളൂ. അയനയുടെ മോഹങ്ങൾ എന്തൊക്കെയാണ്? I will reach my dream job. യെസ്, ഐ വിൽ ഡു മൈ ഡ്രീം ജോബ്. അത് ഒരു ഫാക്ടറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ല, നമുക്ക് കിട്ടുന്ന ജോലിക്ക് പോകും, പക്ഷെ ഒരു ഡ്രീം ജോബ് ഉണ്ടാവും. സ്വപ്നം ചിലപ്പോൾ പഠിപ്പിക്കാനായിരിക്കും, ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കും, അങ്ങനെ ഒരു ഡ്രീം ജോബ്. ഓക്കെ, ഐ വിൽ സെക്യൂർ മൈ ഡ്രീം ജോബ്. നല്ലൊരു തോട്ടാണ്. ഓക്കെ, കണ്ടിന്യൂ. I will buy my own car. യെസ്, ഐ വിൽ ബൈ മൈ ഓൺ കാർ. വെരി ഗുഡ്. I will help my parents. ഐ വിൽ ഹെൽപ്പ് മൈ പാരന്റ്സ്. ഓക്കെ. I will fulfill my dreams. യെസ്, ഐ വിൽ ഫുൾഫിൽ മൈ ഡ്രീം. സ്വപ്നങ്ങളൊക്കെ പൂവടിക്കട്ടെ. യെസ്. I will keep my word. ഓക്കെ, ഐ വിൽ കീപ് മൈ വേർഡ്. നമ്മുടെ സിനിമ ഉണ്ടായില്ലേ, സിനിമയുടെ പേര് വാക്കാണ് സത്യം എന്ന് പറയുന്ന സിനിമ. അത് ഡയലോഗ് വരുന്ന സിനിമ ഉണ്ടായില്ല, പൃഥ്വിരാജിന്റെ സിനിമ. ഓ, വാക്കാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു സിനിമ. എന്നിട്ട് പുള്ളി ഒരു വെള്ളത്തിൽ മുങ്ങി പോകണം ലാസ്റ്റ് ക്ലൈമാക്സ് സീനില്. യെസ്, അപ്പോ ഇവിടെ അതിനെ പറയുക, ഐ വിൽ കീപ് മൈ വേർഡ്. ഞാൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. യെസ്, യെസ്. ഓക്കെ, ഓക്കെ, അങ്ങനെ വാക്ക് സത്യമാണ്. ഓക്കെ, അതിനെ വേറെ ആരും പറയാത്തൊരു കാര്യമാണ് അതിനെ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആ, അത് തന്നെ എന്ന് നിന്റെ മൊയ്തി ആ സിനിമയിൽ പറയുന്ന പോലെയാണ് പറഞ്ഞത്. യെസ്, വാക്കാണ് ഏറ്റവും വലിയ സത്യം. യെസ്, ഓക്കെ, 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 വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി അടുത്തത് ആരാണ്? അയന കഴിഞ്ഞ് കഴിഞ്ഞ അജിത്ത്. ആർ യു റെഡി? യെസ്. അർച്ചന അച്ചു. അർച്ചന അച്ചു. Yes, sir. യെസ്, പറഞ്ഞോളൂ അർച്ചന. അർച്ചനയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഭാവിയിലേക്ക്? I will attend the regular class. ഐ വിൽ അറ്റൻഡ് ക്ലാസ് റെഗുലർലി. അതൊരു ആഗ്രഹമാണ്. യെസ്. പിന്നെ I will play video game. യെസ്. I will respect and loving my family. ഐ വിൽ ഓക്കെ. അത്രയൊക്കെ ഉള്ളൂ. അർച്ചനക്ക് വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല. ഇങ്ങനൊന്ന് അഡ്ജസ്റ്റ് വീട്ടില് ഒതുങ്ങി കൂടി അങ്ങനെ കഴിഞ്ഞു പോകണം. ആരുടെയും ദേഷ്യത്തിൽ നിന്ന് മാത്രമാകാൻ അങ്ങനെ കടഞ്ഞു പോകണം. ഇത് നമ്മൾ ജിൻസിക്ക് ജിൻസി സാർ എന്നെയാണ് വിളിച്ചേ? ആ, ബെൻസി അല്ലേ? ജിൻസി. ഓക്കെ, ഓക്കെ, ബെൻസി അല്ല, ജിൻസി. ഓക്കെ, 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 ഓക്കെ. ജിൻസി വരുമെന്ന് വിചാരിക്കാം. നീതുമോൾ. Hello. യെസ്, ഹലോ, പറഞ്ഞോളൂ നീതുമോളെ. I will celebrate my daughter's birthday. യെസ്, ഐ വിൽ സെലിബ്രേറ്റ് മൈ ഡോട്ടേഴ്സ് ബർത്ത്ഡേ. വെരി ഗുഡ്. I will go to Lakshadweep. ഐ വിൽ ഗോ ടു ലക്ഷദ്വീപ്. നേരത്തെ 2-3 പേര് ദുബായിൽ പോയ ആഗ്രഹം പറഞ്ഞ ആൾക്കാരാണ്. ഇവിടെ എന്താ പറയുക? ഐ വിൽ ഗോ ടു ലക്ഷദ്വീപ്. വെരി ഗുഡ്. I will eat mandi. ഐ വിൽ ഈറ്റ് മന്തി. I will go for my home. യെസ്, ഐ വിൽ ഗോ ടു മൈ ഹോം. I will meet my husband, my friends. യെസ്, ഓക്കെ. ഐ വിൽ മീറ്റ് മൈ ഫ്രണ്ട്സ്. I will make fish biryani. യെസ്, ഐ വിൽ മേക്ക് ഫിഷ് ബിരിയാണി. I will make a beautiful dress. ഓക്കെ, 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 ഓക്കെ അർച്ചന. യെസ്, ഓക്കെ, കണ്ടിന്യൂ. നീതുമോൾ. That is all. Thank you. Okay, very good. Okay. Yes, Ajay Vishnu. Yes, Ajay Vishnu വരുന്നു വിചാരിക്കാം. സുൽഫീദ.
Yes. Parvati, Paru. Parvati. Good. Good evening. Good afternoon, Parvati. I will go for a job. I will go for a job, or I will secure a job. Okay, very good. I will help others who really want help. Oh, very good. And there is a charity work. Very good. Continue. I will help my husband and my family. Yes. Okay, very good. I will build my life from my earnings. Yes, I will build my life with my earnings. In the I will make my impossible things to possible. Yes. Okay, very good, very good. Very good. Okay. Yes. Okay. I will make impossible to possible. അസാധ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യും? സാധ്യമാക്കും. Yes, very good, very good. Okay. Yes, very good. Sharna Shihab. Sharna. Yes, വരുമെന്ന് വിചാരിക്കാം. കുറച്ചു നേരമായി നമ്മുടെ ഹിബ റെഡി ആയിരുന്നു. യെസ്, ഹിബ പറഞ്ഞോളൂ. ഹിബയുടെ ഉള്ളിലായിരുന്നു ഇങ്ങനെ തെളിച്ചു മറിയാണ് അല്ലേ ഹിബ? തുടങ്ങട്ടെ. Yes, continue. Okay. I will stay strong after every fall and keep moving forward. Yes, okay, very good. I will speak the truth without fear. Yes, I will be always with the truth. സത്യത്തിനൊപ്പമേ ഞാൻ നിൽക്കൂ. Very good. Yes. I will avoid junk food and choose healthy food. Okay. Junk food ഒഴിവാക്കുക. Very good. I will work out daily for healthy lifestyle. Yes, I will work out daily. Very good. I will focus on my goal. Yes, very good. I will prepare variety dishes for my kids. Yes, okay. Okay, I will hard work to achieve my goal. I will work hard to achieve my Goal. സ്വപ്നത്തിനൊപ്പം ഉറങ്ങാന്നുള്ളതല്ല, സ്വപ്നത്തിനെ ചേസ് ചെയ്യാന്നുള്ളതാണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ ഹിബ, വെരി ഗുഡ്. യെസ്, ഡിറ്റർമിനേഷൻ വേണം ഇതുപോലെ. യെസ്, ആഗ്ന Sir, പറഞ്ഞോളൂ. ആഗ്രഹയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? I will secure a good job. യെസ്, ഐ വിൽ സെക്യൂർ എ ഗുഡ് ജോബ്. യെസ്, അത് എല്ലാവരുടെ ഒരു വരുമാനം ഉണ്ടാക്കണം. വരുമാനം വന്നു കഴിയുമ്പോൾ ഓക്കെ ഹിബ, ഗുഡ് സ്ലീപ്പിംഗ് ഷെഡ്യൂൾ. വരുമാനം വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് നിങ്ങൾക്ക് നൽകുന്നത് കോൺഫിഡൻസ് ഉണ്ട്. അത് വേറൊരു ലെവലാണ്. യെസ്, പല കാര്യങ്ങളും സ്ഥലത്തും നമ്മുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ പോയിട്ട് നമ്മൾ ഫിനാൻഷ്യലി സൗണ്ട് അല്ലായിരുന്നു. നിങ്ങള് ജീവിതത്തിൽ അനുഭവത്തിലാണ്. അപ്പോൾ ചെയ്തിരിക്കും. ഓക്കെ, ആഗ്രഹം കണ്ടില്ലേ? I will help my father for any financial problems. Yes, okay. I will help financial problems. Okay. I will buy. Yeah. I will buy a. New scooter. I will buy any gift for my grandparents. Yes. Okay. Very good. Yes. Okay. Vijay Lakshmi. Yes, Vijay Lakshmi very much വിചാരിക്കാം. സജന ഉല്ലാസ്. Good afternoon, sir. Yes, good afternoon, സജന. ഒരുപാട് മോഹങ്ങളൊക്കെ വെച്ച് നടത്തുന്ന ആളല്ലേ? Yes. I will go to Himalaya with my loved one. Yes, I will go to Himalaya. Yes, നോക്കി ലക്ഷദ്വീപ്, ദുബായ്, ഹിമാലയ. ഓരോരുത്തരുടെ ക്രൈസുകളുണ്ട്. Yes, okay, continue. I will do aquaponic farming. Yes, very good. And
I will start a new restaurant. ഓ വെരി ഗുഡ്. അത് ഭയങ്കര ആഗ്രഹമുള്ളതാണ്, റെസ്റ്റോറന്റ് ആരംഭിക്കുന്നത്. വെരി ഗുഡ്. ഐ വിൽ സ്റ്റാർട്ട് എ ന്യൂ റെസ്റ്റോറന്റ്. വെരി ഗുഡ്. And I want to study more languages. Yes, I want to learn more languages. Okay. Very good, very good. Okay, Sajana. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴേ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിച്ചു പോകാൻ പറ്റിയ ഒരാളാണ് എൻ്റെ അത് കണ്ടോണം. എവിടെയെങ്കിലും നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ്സിൽ ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതല്ലേ. ചിലപ്പോ ഈ യാത്ര നിങ്ങൾ നേരത്തെ ഒരാളിവിടെ അതിനെ പറഞ്ഞ് സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞു, ചിലപ്പോൾ ജോയിന്റ് ട്രിപ്പായിട്ട് മാറും. യെസ്. അപ്പൊ അത് നമ്മുടെ ടേസ്റ്റുമായിട്ട് ഇങ്ങനെ യോജിച്ചു പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയും നമുക്കിവിടെ കണ്ടെത്താം. അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് ഒബ്സർവ് ചെയ്തോണം. അപ്പോൾ രേഷ്മ സുധീർ പറയൂ. രേഷ്മ. യെസ്, രേഷ്മയ്ക്കുള്ള ആഗ്രഹങ്ങൾ രേഷ്മ പറയും. ഷെറിൻ പറഞ്ഞോളൂ. ഷെറിൻ പറയാറുള്ളതായിരുന്നല്ലോ. എന്ത് പറ്റി? യെസ്. ഓക്കെ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. പറഞ്ഞോളൂ. I will achieve successful career. I want to be a successful career. Very good, very good. Yes. I will take care of my parents. Yes, very good. I will make a income source for my parents in future. Yes. Okay, very good, very good. Yes. I will make my father's dream true, that is to travel many countries with my mother. Yes, അച്ഛന്റെ സ്വപ്നമാണ് അമ്മയുമായിട്ട് പല പല രാജ്യങ്ങളിലേക്ക് പോകണമെന്നുള്ളത്. ആ സ്വപ്നമാണ് ശരിക്കും പറഞ്ഞ് ഞാൻ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതുപോലെയുള്ള മക്കളെ കിട്ടാൻ ഭാഗ്യം ചെയ്യട്ടെ. ഓക്കെ. ശരി. I will support my siblings during any circumstances. Yes, very good, very good. Yes. That's all, sir. Okay, very good. Okay. Yes, Aishwarya Manoj. Yes, Aishwarya വരുമെന്ന് വിചാരിക്കാം. ബിന്ദു സത്യൻ. Yes, ബിന്ദു സത്യൻ. ലിയ ആന്റണി. Hi, sir. Good afternoon. Yes, good afternoon, Lia. പറഞ്ഞോളൂ, കണ്ടിന്യൂ. I will like driving. Yes. I will go to Maldives. I will visit Maldives. Yes, very good. I will help my mother-in-law. Yes. I will prepare delicious dishes. Yes. I will support my family. I will support my family. Okay, very good, very good. അപ്പൊ നേരത്തെ ലക്ഷദ്വീപിൽ പോകണമെന്ന് പറഞ്ഞ ആളില്ലേ, അയാള് ഈ ലീയായിട്ട് കോണ്ടാക്ട് ചെയ്തോണ്ട് നിങ്ങൾ ഒരുമിച്ച് ടച്ചാക്കി വെച്ചോ. മാലിദ്വീപാണ്, അപ്പുറത്ത് ലക്ഷദ്വീപ് ഉണ്ട്. യെസ്, ഓക്കെ ലിയ. യെസ്, നമ്മുടെ ആഗ്രഹങ്ങളോട് ഒപ്പം പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അഞ്ജലി. ഹലോ സർ, ഞാൻ രേഷ്മയാണ്. നേരത്തെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. സോറി സർ, പെട്ടെന്ന് കേട്ടില്ല കേട്ടോ. സോറി. രേഷ്മ പറഞ്ഞോളൂ. രേഷ്മയുടെ ആഗ്രഹം. Good afternoon, sir. Yes, good afternoon. I will make my, I will teach my son to prepare for a better tomorrow. Yes, okay. Very good. Yes. And I will help my husband and family. Yes. With financial. Yes. In any financial crisis. Yes. And I will work hard to achieve a good job. Yes, to secure a good job. Very good. Okay, that's all, sir. Okay, Reshma, very good. I show the signs of determination in your words. Okay. Thank you, Anjali. sir. Okay. Anjali. Yes. Hello, sir. Yes, പറഞ്ഞോളൂ അഞ്ജലി. അഞ്ജലിയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? വില്ല് വെച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. I will എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.
I will achieve. I will work hard to achieve my goal. Very good. I will work hard to achieve my goal. Very good. Yes. I will help my parents. I will help my parents. Okay. I will take care of my family. I will take care of my family. Yes. Very good. That is all. Okay, Anjali? Yes. Okay. Shakila? Yes. ഒരു 4 പോയിന്റ്സും കൂടി പറയട്ടെ. After 6 months, she will become a mother. Yes, very good. Yes. Next year, I will start a tuition center. Yes. I will Very gain my weight. Yes. Okay. Financially, I will help my parents. Yes. This month, we shall celebrate Onam. Yes. Okay. We shall celebrate Onam happily. Yes. Next Monday, I will go to my daughter's school for PTA meeting. Yes. I will attend the PTA meeting next Monday. Very good. Okay, sir. Okay. Very good. Okay, security. ആ പറയാൻ കാണിച്ച് ഞാൻ ഒന്നുകൂടി പറയട്ടെ എന്ന് പറയാൻ കാണിച്ച് ആ മനസ്സിൽ ഞാൻ നന്ദി പറയും. യെസ്. ഇനി ആർക്കാണ് പറയേണ്ടത്? യെസ്. ഇനി ആർക്കാണ് പറയേണ്ടത്? ഈ പറയാൻ താല്പര്യമുള്ളവര്? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം. സബ്ജക്റ്റ് കഴിഞ്ഞ് വില്ല് കഴിഞ്ഞ് പ്രസന്റ് ടെൻസ് ഓഫ് വെർബും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ തന്നെ നെഗറ്റീവ് വാചകങ്ങൾ നമുക്ക് പറയാം. അത് ഒരു നോട്ട് ചേർത്താൽ മതി. ഐ വിൽ നോട്ട് എന്ന് പറയുമ്പോ അത് ചെയ്യില്ല. നമ്മളിപ്പോ ഇവിടെ വന്നത്തോട് പറഞ്ഞില്ലേ, ഐ വിൽ ഗോ ടു ലക്ഷദ്വീപ്, ഞാൻ ലക്ഷദ്വീപിലേക്ക് പോകും. അതുപോലെ തന്നെ ചെയ്യണ്ട എന്നുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ചെയ്യരുത്, ജീവിതത്തിൽ ഒരിക്കലും ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഐ വിൽ നോട്ട് സ്മോക്ക്, ഞാൻ ഒരിക്കലും പുകവലിക്കില്ല. അത് ഞാൻ എടുത്ത തീരുമാനമാണ്. ഐ വിൽ നോട്ട് സ്മോക്ക്. അങ്ങനെ പറയാം. ആ ബില്ല് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു നോട്ട് ചേർത്താൽ മതി. ഐ വിൽ നോട്ട് യൂസ് ആൽക്കഹോൾ, ഞാൻ ആൽക്കഹോൾ ഉപയോഗിക്കില്ല. അത് ഞാൻ എടുത്ത തീരുമാനമാണ്. യെസ്. ഐ വിൽ നോട്ട് സ്ലീപ് ബിഫോർ 7 o'clock, 7 മണിക്ക് മുമ്പ് ഞാൻ ഉറങ്ങില്ല. യെസ്. നമുക്ക് അങ്ങനെയുള്ള ചില തീരുമാനം, ചെയ്യില്ല എന്ന് പറയുന്ന കുറെ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും. യെസ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചില തീരുമാനം നമ്മൾ ചെയ്യില്ല, പോകില്ല എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വില്ലിന്റെ കൂടെ ഒരു നോട്ട് ചേർത്തതിൽ നമുക്ക് വിൽ നോട്ട്, എടുക്കില്ല. യു വിൽ നോട്ട് കം. ടുമാറോ ഐ വിൽ നോട്ട് ഗോ ടു PTA മീറ്റിംഗ്, നാളെ ഞാൻ PTA മീറ്റിംഗിന് പോവില്ല. അപ്പൊ മകളോട് പറയും, മോനെ യു കോൾ യുവർ ഫാദർ, അച്ഛനെ വിളിച്ചിട്ട് പോയിക്കോളൂ, ഞാൻ ഉണ്ടാവില്ല. യെസ്. ടുമാറോ ഐ വിൽ ബി ബിസി, എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്. യെസ്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം. വിൽ നോട്ട് വെച്ച് കഴിഞ്ഞാല് പോകില്ല, എടുക്കില്ല എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം. യെസ്. ഇനി വിൽ നോട്ട് വരുന്ന വേണമെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും പറയാം, വാചകങ്ങൾ പറയാം. വിൽ നോട്ട്, ഞാൻ അതിപ്പോ ജീവിതത്തിൽ നിന്ന് എടുക്കണമെന്നില്ല, ജീവിതത്തിൽ നിന്ന് എടുക്കാതെ നമുക്ക് പറയാം. ഐ വിൽ നോട്ട് ഗോ ടു വെജിറ്റബിൾ, ഐ വിൽ നോട്ട് ഗോ ടു മീറ്റ് സ്റ്റാൾ, ഇറച്ചി വിൽക്കുന്ന കടയിലേക്ക് ഞാൻ പോകില്ല. ഐ വിൽ നോട്ട് ഗോ ടു വെജിറ്റബിൾ സ്റ്റാൾ, വെജിറ്റബിൾ സ്റ്റാളിലേക്ക് ഞാൻ പോകില്ല. യെസ്. ഐ വിൽ നോട്ട് സ്പെൻഡ് മോർ ദാൻ 10,000 rupees പെർ മന്ത്, 10,000 രൂപയിൽ കൂടുതൽ ഞാൻ ഒരു മാസം ചിലവഴിക്കില്ല. ഐ വിൽ നോട്ട് സ്പെൻഡ്, ഞാൻ ചിലവഴിക്കില്ല മോർ ദാൻ 10,000 rupees പെർ മന്ത്. ആ 10,000 അങ്ങോട്ട് കൊടുക്കാൻ പറ്റിക്കോട്ടെ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. ഐ വിൽ നോട്ട് യൂസ് ടീ, ഞാൻ ചായ ഉപയോഗിക്കില്ല. ഫോർ ഐ വിൽ നോട്ട് യൂസ് കോഫി, ഞാൻ കോഫി ഉപയോഗിക്കില്ല. അതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. അതെല്ലാം എന്താണ്? നോട്ട് വെച്ച്. ഐ വിൽ നോട്ട് അറ്റൻഡ് ദ ഫംഗ്ഷൻ, അത് പറയാം നമുക്ക്.
ഞാൻ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കില്ല. പണ്ടേ അവരുമായിട്ട് എനിക്ക് എത്രയും താല്പര്യമില്ല. അതുകൊണ്ട് ഐ വിൽ നോട്ട് അറ്റൻഡ് ദാറ്റ് ഫംഗ്ഷൻ. ഞാൻ ഫംഗ്ഷനിൽ പങ്കെടുക്കില്ല. യെസ്, അങ്ങനെ നമുക്ക് പറയാം. ചെയ്യില്ല എന്നുള്ള കാര്യം. ഐ വിൽ നോട്ട് ഗോ ദയർ. ഞാൻ അവിടെ പോകില്ല. ഐ വിൽ നോട്ട് യൂസ് ജങ്ക് ഫുഡ്. ഞാൻ ജങ്ക് ഫുഡ് ഉപയോഗിക്കില്ല. അപ്പൊ അങ്ങനെ വലിയ കഴിഞ്ഞതിന് ശേഷം നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോക്കിയത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചും നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ വിൽ നോട്ട് യൂസ് ഷുഗർ. സജ്ജന പറയുന്നു ഞാൻ പഞ്ചസാര ഉപയോഗിക്കില്ല. അത് ഏത് ഒരുപാതിലുള്ള സകല രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഏത് ഈ പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ഒരുമാതിരിയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. യെസ്, അത് നല്ല കാര്യമാണ്. പയ്യെ പയ്യെ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ശീലിച്ചോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല. ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടേ ഉണ്ടാകും, പിന്നെ അതിന് ബുദ്ധിമുട്ടാവില്ല. യെസ്, അപ്പൊ അതുകൊണ്ട് പയ്യെ പയ്യെ അങ്ങോട്ട് വിട്ടുപോയത്. അത് ഉപ്പ്. ഐ വിൽ നോട്ട് ട്രസ്റ്റ് ഓവർ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ ഓക്കെ, അർച്ചനാച്ചു. യെസ്, അമിതമായ വിശ്വാസം. അത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഐ വിൽ നോട്ട് ഗിവ് അപ്പ് മൈ ഗോൾ. ഓക്കെ കവിയ, എന്റെ ലക്ഷ്യം ഞാൻ ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല. യെസ്, ഈ OV വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ അദ്ദേഹം പറയുന്ന വാചകമുണ്ട്, ശത്രുവിന് ദയ കൊടുക്കരുത്. ശത്രുവിന് ദയ കൊടുത്താൽ ആ ദയയിൽ നിന്ന് അവർ കൂടുതൽ ശക്തി ആർജിച്ച് നമുക്കെതിരെ തിരിച്ചു വരും. യെസ്, എന്തുകൊണ്ട് ശത്രു ദയ അർഹിക്കുന്നില്ല എന്നുള്ളതിന് OV വിജയം കൊടുക്കുന്ന ഒരു വിശദീകരണമുണ്ട്. ശത്രുവിന് ദയ കൊടുക്കരുത് എന്നുള്ളത്. യെസ്, അത് ഞാനത് എഴുതിയത് ഇപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞല്ലോ, ഓവർ ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് സൂചിപ്പിച്ചത് മാത്രമേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. നിങ്ങളുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ആ വാക്കുകളിൽ നിങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ആ പറഞ്ഞപ്പോൾ നിങ്ങളുടെ വന്ന ടോൺ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ അകത്തൊക്കെ എന്തുണ്ട്, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, ഒരു നിശ്ചയദാർഢ്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് പറയുന്ന ഒരു നിശ്ചയദാർഢ്യമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഫീൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സർ. Thank you, sir. Okay. താങ്ക് യു സർ. Okay. താങ്ക് യു സർ. Okay, okay.